അതെ, ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട ഇടത്താവളം ഗ്രൗണ്ടിലാണ്. ഇവിടെയാണെങ്കിലുണ്ടല്ലോ ആരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുടെ അത്ഭുത ലോകമൊരുക്കി. ഇവിടെ അണ്ടർ വാട്ടർ ടണൽ ആൻഡ് ടണൽ എക്സ്പോ ദ ഓഷ്യാനസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റിനാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻട്രൻസ്. അതിമനോഹരമായി 2 മത്സ്യകന്യകൾ ദേ നിൽക്കുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ. നമ്മളൊരു ടണലിലൂടെയാണ് ഇനി അകത്തേക്ക് പ്രവേശിക്കുന്നത്. നല്ല രീതിയിൽ ഇവരിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അല്ലേ. പത്തനംതിട്ടയിൽ ആദ്യമായിട്ടാണ് ടണൽ അക്വേറിയവും മത്സ്യകന്യകയും ഒക്കെ തന്നെ വരുന്നത്. അതിവിശാലവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ അക്വേറിയമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 500 അടിയിൽ ഏറെ നീളമുള്ള ടണൽ അക്വേറിയം. ഒരുപാട് മീനുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് വിഡോ ഫിഷിൻ്റെ കളക്ഷനാണ്. ഈ കാണുന്നത് ഇത് കണ്ടോ, ഈ കാണുന്നതാണ് കോയി കാർപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ കണ്ടോ, ഇത് കണ്ടോ വലിയൊരു മീനാണ്. ഞാൻ കൈ ചൂണ്ടിയപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇവൻ ഒറ്റ പറക്കലായിരുന്നു കണ്ടോ, ഒറ്റ പോക്ക്. എക്സ്പോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 500 അടി ടണൽ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെ. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനുകളൊക്കെ തന്നെ ഒരുപാട് മീനുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ഇനത്തിൽപ്പെട്ട മീനുകളെയാണ് നമുക്ക് സാധിക്കുന്നത്. കാരണം ഈ വൈറ്റ് കളറുള്ള മീൻ, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നല്ല രസമാണ് ഇതിനകത്തൂടെ നടക്കാനായിട്ട്. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. ഒരു കടലിനടിയിൽ പോയൊരു ഫീലാണ് നമുക്ക് ഇതിനകത്തൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ കാണുന്നത് ഓസ്കാർ ഫിഷാണ് കേട്ടോ. ഈ കാണുന്ന ടൈഗർ ഓസ്കാറാണ്. ഒരുപാട് ഓസ്കാർ ഫിഷുകളെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട്. ഓസ്കാർ മാത്രമല്ല ഇതിനകത്തുള്ളത്, മറ്റ് ചെറുതും വലുതുമായ ഒരുപാട് മീനുകൾ. എടുത്തു പറയേണ്ട മീൻ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ കരിമീനുകളെയൊക്കെ നമുക്ക് ഈ ടാങ്കിൽ, ഈ അക്വേറിയം ടാങ്കിൽ കാണാനായിട്ട് സാധിക്കും. നല്ല രസമില്ലേ. 500 അടിയുടെ ടണൽ അക്വേറിയം മാത്രമല്ല ഇവിടെയുള്ളത്, ഒരുപാട് കാഴ്ചകൾ വേറെയുണ്ട്. ഇത് കണ്ടോ, അക്വേറിയങ്ങൾ 2ആയിട്ടാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. 2 സൈഡിലെ കാഴ്ചകളും അതിമനോഹരങ്ങളാണ്. നമുക്കിവിടെ ഇന്ന് ഫോട്ടോയും സെൽഫീസും ഒക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. വലിയ മീനുകളെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഇതാണ് അലിഗേറ്റർ. ഈ കാണുന്നത് അരാപ്പൈമയാണ് കേട്ടോ. ഇതിൻ്റെ വലുതുണ്ട്, അരാപ്പൈമയുടെ വലുതുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ മീനുകൾ ഇവിടെയുണ്ട്. നമുക്കതിനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് അതാണ് ഏറ്റവും വലിയ അരാപ്പൈമ, ഏറ്റവും വലുത്. ഈ ഫിഷ് ടാങ്കിൽ, ഈ അക്വേറിയം ടാങ്കിൽ ഏറ്റവും വലിയ അരാപ്പൈമയാണ് ഞാൻ മുമ്പേ കാണിച്ചത് കണ്ടോ. ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം. ഈ കാണുന്നതാണ് പുലിവാക. ഇത് ക്യാറ്റ് ഫിഷാണ്. ഇത് അരാപ്പൈമയാണ് താഴെ കിടക്കുന്നത്. നമ്മളുടെ ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് വൈറ്റ് ഷാർക്കുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്. ഷാർക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മൾ കാണുന്നത് അക്വേറിയത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ്. അകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമ്മളെ തേടിയെത്തുന്നത്. മീനുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുകളിൽ കൂടി പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാം. ഇത് കാണുന്നത് മിൽക്കി കാർപ്പ്, കോയിക്കാർപ്പ് ഇനത്തിൽപ്പെട്ട മീനുകളാണ്. ഈ കാണുന്നത് പിരാന ഇനത്തിൽപ്പെട്ട വലിയ മീനുകളാണ്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, മഞ്ഞക്കൂരിയാണല്ലേ. അതെ, മഞ്ഞക്കൂരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ കരിമീൻ്റെ അനാബസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് അല്ലേ. എല്ലാം ഫ്രഷ് വാട്ടർ ഫിഷസ് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞക്കൂരിയാണത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ അടുത്ത അക്വേറിയത്തിലേക്ക് കയറുകയാണ്. അവിടെയാണ് കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. വലിയ മത്സ്യങ്ങളെയാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. വൈറ്റ് കളറിലുള്ള വലിയ മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കണ്ടോ. വലിയ ടണൽ അക്വേറിയമാണ് കണ്ടോ. കുട്ടികളൊക്കെ തന്നെ രസിച്ച് ആഘോഷിച്ച് കാണുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മോൺസ്റ്റർ ഫിഷ് ഇനത്തിൽപ്പെട്ട അരാപ്പൈമയാണ്. ആമസോൺ കാടുകളിൽ മാത്രം കാണുന്ന ശുദ്ധജല മത്സ്യമാണ് ഈ അരാപ്പൈമ എന്നത്. അടിപൊളിയല്ലേ. നല്ല റെഡ് ടെയിലുള്ള അരാപ്പൈമയാണ് നമുക്കിവിടെ കാണാനായിട്ട്. ഇതും അരാപ്പൈമ തന്നെയാണ് ഈ കിടക്കുന്നത്. നല്ല രസമില്ലേ. എൻ്റെ ഇടയ്ക്ക് ക്യാറ്റ് ഫിഷ് ഉണ്ട്. ഇത് അലിഗേറ്റർ, മുതലയുടെ മുഖമുള്ള അലിഗേറ്ററിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് അരാപ്പൈമയാണ്. ഈ കാണുന്നതെല്ലാം തന്നെ അരാപ്പൈമയാണ്. മോൺസ്റ്റർ ഫിഷിനെയാണ് ഈ അക്വേറിയം ടാങ്കിൽ നമുക്ക് കാണാനായിട്ട്, ഈ ടണൽ അക്വേറിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ. നമുക്ക് രസമല്ലേ. അതിമനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയണം അല്ലേ. അതിമനോഹരമായ കാഴ്ചയാണ്. ഈ കാണുന്നതാണ് പുലിവാഹ ഇല്ലേ, പുലിവാഹ കേട്ടിട്ടില്ലേ. പുലിവാഹ ആറ്റിലൊക്കെ കാണുന്ന പുലിവാഹ, അതാണ് ഈ കാണുന്നത് മൊത്തം. ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട് പുലിവാഹ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഈ കാണുന്നത് നമ്മുടെ അലിഗേറ്ററാണ് കേട്ടോ, നല്ല രസമില്ലേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് നമ്മൾ നേരെ ചെല്ലുന്നത് മർമെയ്ഡ് ഷോ ആണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഇവിടെ സ്കൂബ ഡൈവേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കാണാം. നമുക്ക് ആദ്യം സ്കൂബ ഡൈവേഴ്സിൻ്റെ ഒക്കെ അടുത്തോട്ട് പോകാം. വലിയൊരു ടാങ്കിൽ 2 സ്കൂബ ഡൈവേഴ്സ് വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മളെ ഓരോ കാര്യങ്ങൾ കാണിച്ച് എൻ്റർടൈൻ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ ഇത് കണ്ട് നിൽക്കാൻ തന്നെ. കണ്ടോ, ലവ് ഒക്കെ വരച്ചിട്ട് നമ്മളെ കാണിക്കുക. നല്ല വെൽ ട്രെയിൻഡായിട്ടുള്ള സ്കൂബ ഡൈവേഴ്സാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവർ വെൽ ട്രെയിൻഡ് തന്നെയാണെന്ന്. കണ്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അത് നിങ്ങൾ വന്ന് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം. ഇത് വേറൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. ഇനി നമുക്ക് മർമെയ്ഡിൻ്റെ ഷോ കാണാം. അതിസുന്ദരികളായ 2 സുന്ദരിമാരായ മത്സ്യകന്യകമാരാണ് നമുക്ക് വേണ്ടി ഇവിടെ ഷോ ചെയ്യുന്നത്. മർമെയ്ഡ് ഷോ അത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കണ്ട് ഏറെ നേരം നിന്ന് തന്നെ പോകും. നിങ്ങളെല്ലാവരും തന്നെ വന്ന് ഒരിക്കലെങ്കിലും കാണണം ഈ മർമെയ്ഡ് ഷോ. അത്ര വെൽ ട്രെയിൻഡായിട്ടുള്ള മത്സ്യകന്യകമാരാണ് വെള്ളത്തിനടിയിൽ നിൽക്കുന്നത്. ഒരു ഓക്സിജൻ സിലിണ്ടറുകളോ മറ്റു ഒന്നും തന്നെ ഇവർ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. ഇത് അടിപൊളി ഒരു ഷോ ആണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും വന്ന് കാണും. കൂടാതെ നമുക്കിവിടെ മത്സ്യകന്യകയുടെ ഇരിക്കുന്ന മത്സ്യകന്യകയാണ്, മർമെയ്ഡാണ്. അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒരവസരം നമുക്ക് ഇവർ ഒരുക്കി തരുന്നുണ്ട്. അടിപൊളിയല്ലേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ചെല്ലുന്നത് റോബോട്ടിക്കിൻ്റെ ഏരിയയിലേക്കാണ്. റോബോട്ട് എക്സ്പോ നടക്കുന്ന വിശാലമായൊരു ഹാളിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. ഇവിടെ വ്യത്യസ്തങ്ങളായ നിരവധി റോബോട്ടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഡോഗ് ഗാർഡിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു റോബോട്ടാണിത്. ഡോഗ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവൻ്റെ കാഴ്ചകൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. കൂടാതെ ഇത് കണ്ടോ, റിസപ്ഷനിലൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്ന റോബോട്ടുകളാണ്. റെസ്റ്റോറൻറ്റുകളിലും ഇവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുണ്ടല്ലോ ഡാൻസിങ് റോബോട്ടാണ് കേട്ടോ. ഈ കുഞ്ഞിനെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ടും സാധിക്കും. ഈ കുഞ്ഞൻ റോബോട്ടിനെ കണ്ടോ, ഇവൻ്റെ തലയിൽ നമ്മളിങ്ങനെ തൊടുമ്പോൾ ഉണ്ടല്ലോ ഇവൻ്റെ മുഖം ഇങ്ങനെയൊക്കെ മാറും, ചിരിക്കും, ഇവൻ കരയും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ ഭാവങ്ങളുള്ള ഒരു റോബോട്ടാണ് ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞൻ റോബോട്ടിനെയാണ്. അടിപൊളിയല്ലേ? അടിപൊളി തന്നെയാണ് ഇത്. നമ്മൾ എന്ത് ആൻസർ ചോദിച്ചാലും ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, പല ക്വസ്റ്റ്യനും ആൻസറും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കി ടച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു റോബോട്ടാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന റോബോട്ടുകളാണ്. നല്ല രസമില്ല കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വ്യത്യസ്തങ്ങളായ റോബോട്ടുകളെയൊക്കെ തന്നെ പരിചയപ്പെടാനും കാണാനും നമുക്കിവിടെ അവസരമൊരുങ്ങുകയാണ്. ഈ കാണുന്ന ഡ്രോണൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ഫുട്ബോൾ കളിക്കുന്ന റോബോട്ടാണ്. നല്ല രസമില്ല കാണാനായിട്ട്. നമ്മളിത് ടി വിയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെയായിരിക്കും റോബോട്ടുകളെ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം, വലിയൊരു അവസരമാണ് ഇവർ നമുക്ക് തരുന്നത്. ഇനി നമ്മൾ ചെല്ലുന്നത് അതിവിശാലമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള വാണിജ്യ വിപണന സ്റ്റാളുകളിലേക്കാണ്. ഏകദേശം 100-ൽ പരം സ്റ്റാളുകൾ. അത് ഫുള്ള് AC ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഗുണമേന്മ ഒട്ടും കുറയാതെ കുറഞ്ഞ വിലയിൽ വാങ്ങാം. ഈ കാണുന്ന ഷോപ്പുണ്ടല്ലോ, മുംബൈ ഫാഷൻസ്. ഇവിടെ ഒരുപാട് കമ്മലുകൾ കിട്ടും കേട്ടോ. ഈ കാണുന്ന എല്ലാ ചിന്തുക്കടയിൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും, കളിപ്പാട്ടങ്ങൾ മുതൽ സ്ലൈഡ്, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങൾ, കുഞ്ഞു പിള്ളേർക്കുള്ള കൊച്ചുകുട്ടികൾക്കുള്ള മറ്റേ എല്ലാ കാര്യം തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ കളക്ഷൻസ് ഇവിടെയുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇത് രാജസ്ഥാനി കോലാപൂരി ചെരുപ്പുകളാണ്. അവയുടെയും ഒരു ഷോപ്പ് തന്നെ, അതിവിപുലമായ ഒരു ഷോപ്പ്, ഒരു സ്റ്റാള് തന്നെ ഇവിടെ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ഇടത്താവളം ഗ്രൗണ്ട് ഏവർക്കും അറിയാവുന്ന ഗ്രൗണ്ട് തന്നെയാണ്. നമ്മുടെ റിംഗ് റോഡിൽ SP ഓഫീസ്, അതിന് പുറകിലായിട്ടാണ് ഈ ഇടത്താവളം ഗ്രൗണ്ട് വരുന്നത്. ഈ മറൈൻ എക്സ്പോയിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് 150 രൂപയാണ്. കുഞ്ഞുകുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുകുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് പ്രവേശനം. ഹോളിഡേയ്സിൽ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് രാത്രി 10 മണി വരെയാണ് പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 27 തുടങ്ങിയ ഈ എക്സ്പോ ഒക്ടോബർ 27 സമാപിക്കും. നമ്മൾ ഈ കാണുന്നത് രാജസ്ഥാനി അച്ചാറാണ്. നാവിൽ കൊതിയൂറുന്ന തരത്തിലുള്ള അച്ചാറുകൾ നമുക്കിവിടുന്ന് ലഭിക്കും. ഈ കാണുന്നത് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യം വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അടങ്ങുന്ന ഒരു സ്റ്റോളാണ് കേട്ടോ. ഇവിടെ ലെതർ ബെൽറ്റുകൾ, ബാഗുകൾ, പേഴ്സുകളൊക്കെ തന്നെ, ജെൻസ് ലേഡീസ് പേഴ്സുകളൊക്കെ തന്നെയുണ്ട്. അത് ഒരുപാട് തന്നെയുണ്ട്. ഞാൻ കാണിക്കാം. അകത്തോട്ട് കയറിയിട്ട് ലേഡീസിൻ്റെയൊക്കെ ബാഗുകളൊക്കെ കണ്ടോ,
നല്ല വിലക്കുറവിലാണ് ഇവിടെ ബാഗുകളൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നത്. ഈ സ്റ്റാളിന് ഓർമ്മയിലിരിക്കട്ടെ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, പച്ചക്കറി വിത്തിനങ്ങളും പൂച്ചെടികളുടെ വിത്തിനങ്ങളും ഇവിടെയുണ്ട്. 10 രൂപ മുതലാണ് ഈ വിത്തിനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇത് പെൻസിലാണ് കേട്ടോ. പേനയാണ്, ഇത് പേനയാണ്. പെൻസിലാണ്, ഇതും പേനയാണ് കേട്ടോ. പേനയാണ് കണ്ടോ, തോക്കിൻ്റെ AK-47 വലിയ വാളിൻ്റെയൊക്കെ പേന. രസമല്ലേ കാണാനായിട്ട്. ഈ കാണുന്നത്, ഞാൻ എടുക്കുന്ന ഈ സാധനവും പേനാണ്. ഇതിനകത്ത് ഒരുപാട് മഷികളുള്ള പെന്നാണ്, വലിയ പെന്നാണ്. നല്ല രസമില്ല കാണാനായിട്ട്. ചക്ക ഉപയോഗിച്ചുണ്ടാക്കിയ അവിലോസ് പൊടിയും പാലക്കാടൻ കരിപ്പട്ടിയും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നാവിൽ കൊതിയൂറും രുചിയൂറുന്ന പഴയകാല മിഠായികളെല്ലാം തന്നെ അതിൻ്റെ വിപുലമായൊരു സ്റ്റാൾ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കണ്ടോ, ഇത് കണ്ടോ, ഈ കാണുന്നത് പുളിമുട്ടായിയാണ് കേട്ടോ. പുളിമുട്ടായി, അതുപോലെ തന്നെ പഴയകാല കമ്പ് മുട്ടായികൾ, അതുപോലെ തന്നെ ഇതെല്ലാം ജെല്ലി ഐറ്റംസാണ്, ജെല്ലി മുട്ടായികളാണ് ഈ കാണുന്നതെല്ലാം. കണ്ടോ, എന്താണ് ഇവിടെ ഇല്ലാത്തതായിട്ടുള്ളത്? എല്ലാം തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കൽപ്പാത്തി, പാലക്കാടൻ കൽപ്പാത്തി പപ്പടം, ഏകദേശം 12 വെറൈറ്റി പപ്പടമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങും കണ്ടിട്ടില്ലാത്ത സേമിയാണ്. ഇത് നമ്മുടെ പുട്ടില്ലേ, ആവിയിൽ ഉണ്ടാക്കുന്ന പുട്ടാണ് ഈ കാണുന്നത്. ഇത് റാഗി സ്റ്റിക്ക് പുട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ പല വെറൈറ്റി സ്റ്റിക്ക് പുട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അടിപൊളിയല്ലേ, വെറൈറ്റി സാധനമാണെന്ന് ഇത് ഞാൻ ഇങ്ങും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് അതിവിശാലമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന വലിയൊരു ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കി വന്നാലോ. ഇതെല്ലാം ബജ്ജി ഐറ്റംസ് ആണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം, ഈ കാണുന്നത് പാവുവടയാണ് കേട്ടോ, പാവുവട. അതുപോലെ തന്നെ ഇത് സ്പ്രിംഗ് റോളാണ്, ടൊമാറ്റോയുടെ. കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ച് വലഞ്ഞുകൊണ്ട് ഞാനൊരു കുലുക്കി പറഞ്ഞു. അതിമനോഹരമായ രീതിയിൽ നല്ല രസമാണല്ലേ ഈ കുലുക്കി സർവത്ത് ഇങ്ങനെ അടിക്കുന്നത് കാണാനായിട്ട് തന്നെ. നല്ല അടിപൊളി ഒരു കുലുക്കിയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ക്ഷീണമൊക്കെ മാറ്റി ഇനി നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോകാം. ഇനി ഈ കാണുന്നതാണ് VR ഷോ. വാനിനകത്താണ് കേട്ടോ. ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇത് VR എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസരമാണ്. അടിപൊളി ഒരു ഹോം തിയേറ്റർ ലുക്കിൽ ഒരു വാനിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. 100 രൂപയാണ് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചിലവാകുന്ന തുകയെന്ന് പറയുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് VR സമ്മാനിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഈ കാണുന്നത് ഫാമിലി ഗെയിമിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കളിക്കാം കേട്ടോ. ഫാമിലി ഗെയിമിങ്, വിവിധ തരത്തിലുള്ള ഗെയിമുകളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ ഉണ്ട്, നമുക്ക് എറിഞ്ഞൊക്കെ എടുത്തില്ല ഗ്ലാസ്സൊക്കെ, അത്തരം ഗെയിമുകളാണ് കൂടുതലും. ഇനി നമ്മൾ ചെല്ലുന്നു അതിവിശാലമായി ക്രമീകരിച്ചിരിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ ഇല്ലാത്ത റൈഡുകളൊന്നും തന്നെ ഇല്ല. ഈ കാണുന്നതാണ് ഡിസ്കോ ഡാൻസ്. ഇത് ജൈൻറ്റ് വീലാണ്. ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ചെറിയ കാറിൻ്റെ റൈഡാണ്. ഇതാണ് ഡ്രാഗൺ ട്രെയിൻ. എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഡ്രാഗൺ ട്രെയിനെ പറ്റി കേട്ടോ. വിശാലമായ രീതിയിൽ ഒരുപാട് റൈഡുകൾ. ആ കാണുന്നത് കൊളംബസ് ആണ് കേട്ടോ. ഈ കാണുന്നതും കൊച്ചു കുട്ടികൾക്കുള്ള റൈഡുകളാണ്. അതുപോലെ തന്നെ ബൈക്കിൻ്റെ റൈഡുകളും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൊച്ചു പിള്ളേർക്ക് വേണ്ടി, കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് റൈഡുകളാണ്. ഇതും ജമ്പ് ചെയ്യുന്ന ഒരു റൈഡാണല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇത് ബലൂൺ ക്ലൈംബർ, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അങ്ങനെയുള്ള ഒരുപാട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി നിരവധി റൈഡുകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലുള്ള റൈഡുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കൊളംബസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ, ഈവനിങ് ഒരു 6 മണിക്ക് ശേഷം വരാനായിട്ട് ശ്രമിക്കുക. ഇത് കണ്ടോ, ബോട്ടിംഗ് ആണ്, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോട്ടിങ്. ഒരു 6 മണിക്ക് ശേഷം വരികയാണെങ്കിലുണ്ടല്ലോ, ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുൾ ആയിരിക്കും നമുക്ക് ഈ എക്സ്പോ ഫുള്ള്. അതുപോലെ തന്നെ ഈ റൈഡുകളും നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 6 മണിക്ക് ശേഷം ഫാമിലി ആയിട്ട് വരിക. അടിപൊളിയായിരിക്കും, കളർഫുള്ളായിരിക്കും, വേറെ ഒരു സംശയവും അതിനകത്ത് ഇല്ല. ഇവിടെ ഉണ്ടല്ലോ 10,000 സ്ക്വയർ ഫീറ്റിൽ പെറ്റ് ഷോ വരുന്നുണ്ട്. പെറ്റ്സൊക്കെ, ബേഡ്സൊക്കെ നമ്മുടെ ഇതുവഴി ഇങ്ങനെ പറന്ന് നടക്കുന്ന സെറ്റപ്പില്ലേ, അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.